ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടാണ്. ജനറൽ സർവീസും അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ഫെയിൽഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം എയർ ഫിൽറ്റർ പ്ലഗും പുതിയത് സെറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഓൾറെഡി നമുക്ക് കാർബൺ കൂടുതലായിട്ടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെയും പ്ലഗിൻ്റെയും പീരീഡ് മാറ്റേണ്ട പീരീഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം അഴുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട്. ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റാണ്, ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലമില്ല. തേയ്മാനമൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. കംപ്ലൈൻറ്റ് എന്ന് പറയാമെന്ന് തോന്നുന്നില്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിങ്ങും ഓക്കെ ആയിട്ടാണ് കാണുന്നത്, വേറെ പ്രോബ്ലം കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വരുന്ന ആ യൂണിറ്റ് ഭാഗമാണ്. അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് അഴിക്കുന്നുണ്ട്, അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പറയത്തില്ല, കംപ്ലൈൻറ്റ് കാര്യങ്ങളും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിള് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലമില്ല. ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോഴും ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാർബറേറ്റർ ഒന്ന് നല്ല രീതിയിലൊന്ന് ട്യൂൺ ചെയ്തെടുക്കാനുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റിയതിന് ശേഷം കാർബറേറ്റർ ട്യൂൺ ചെയ്യാം. നിലവിൽ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യണില്ല നമ്മൾ. കാരണം എന്ന് വെച്ചാൽ ട്യൂൺ ചെയ്തിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒഴിവാക്കും. കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു 380 രൂപ തുടങ്ങിയിട്ട് 500 താഴെ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വന്നിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീനർ മാത്രം, ക്ലീനിങ്ങും ക്ലീനറും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഒരു പക്ഷേ സ്ലോ ജെറ്റൊക്കെ മാറ്റേണ്ടി വന്നാൽ ഏകദേശം 500 അടുത്ത് തന്നെ നമുക്ക് വരും. അപ്പം നിലവിൽ നമുക്ക് ഓൾറെഡി വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടോ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മളിപ്പോൾ അഴിക്കണില്ല. ട്യൂൺ ചെയ്തിട്ട് പൊല്യൂഷൻ എടുത്തു നോക്കാം. പൊല്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്താം. പിന്നെ അതല്ലെങ്കിൽ മാത്രം നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് പ്ലേറ്റ് അതേപോലെ തന്നെ പാഡ് സെറ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല പാഡാണ്. പ്ലേറ്റിനും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും ഓക്കെയാണ്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി നമുക്ക് 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ് എങ്കിൽ പോലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ, വേറെ പ്രോബ്ലമൊന്നുമില്ല. പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും സർവീസിനകത്ത് നമുക്ക് ഇൻക്ലൂഡാണ് ബാറ്ററി ടെസ്റ്റ്, അതുകൊണ്ട് ചെയ്യണമെന്ന് നോക്കിട്ടോ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു, പ്ലഗും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് നമുക്ക് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എയർ ഫിൽറ്റർ ഇപ്പോൾ എയർ കൃത്യമായിട്ട് പൊടി കയറി ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എയർ കിട്ടില്ല. അപ്പോൾ പെട്രോളും കൂടുതൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു 10,000 അതിൻ്റെ നല്ല ലൈഫുള്ളൂ. അതിന് ശേഷവും വണ്ടി ഓടും. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ചെല്ലുന്ന പെട്രോൾ ഫുള്ളായിട്ട് കത്തിക്കാനുള്ള ഒരു ഇഗ്നീഷൻ ചിലപ്പോൾ അവിടെ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ കേസ്. അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റാം. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക വണ്ടികളും കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, എയർ ഫിൽറ്റർ പ്ലഗ് മാറുന്നുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ